അപ്പൊ നീയാണല്ലേ വിജയുടെ ജോലി കളയിച്ചത്? നിനക്ക് വെച്ചിട്ടുണ്ട്. അല്ലേ തന്നെ പെണ്ണുങ്ങളുടെ ശാപമുണ്ട് നിനക്ക്. അതിനൊക്കെ ഉള്ള മറുപടി ഇപ്പൊ നിനക്ക് കിട്ടാൻ പോവാ. ഇപ്പൊ തന്നെ ഈ വീഡിയോ കൊണ്ട് ചെന്ന് ഓണറെ കാണിച്ചിട്ട് ഇന്ന് നിന്റെ അവസാനം കുറിക്കൂടാ. നീ കാത്തിരുന്ന് കണ്ടോ. മോനെ, നിങ്ങളുടെ വീട്ടിലെ സൗകര്യമൊന്നും ഇവിടെ ഉണ്ടാവില്ല. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അതൊന്നും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ഓഫീസിൽ പോയിരിക്കുക? എന്തുപറ്റി? നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് നോക്കുന്നത്? അയ്യോ, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം പുറത്തു പോയിരിക്കുക. വന്നിരുന്നെങ്കിൽ ഒന്ന് കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ വരായിരിക്കും. അയ്യോ, പുറത്തെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഓഫീസിൽ പോകുന്നു. അതാ ഇവള് പറഞ്ഞത്. ഓഫീസിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും വീട്ടിന്റെ വെളിയിൽ വരില്ലേ? ശരിയല്ലേ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ, വേറൊന്നുമില്ല. രാത്രിയിലേ വരുള്ളൂ. ഓ, അല്ല, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? അത് ഇവള് ചെറിയൊരു IT കമ്പനിയിലാ ജോലി ചെയ്യുന്നത്. എന്ത് കമ്പനിയാ? പേര് പറയാൻ മാത്രമൊന്നുമില്ല. അവിടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാ ജോലി. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതെ. അമ്മയ്ക്ക് എന്താ ഒരുമാതിരി ടെൻഷൻ പോലെ? അതൊന്നും പറയണ്ട മോനെ, BP കൂടുന്നു. BP കൂടുന്നു? എനിക്ക് ഷുഗർ, BP അങ്ങനെ എല്ലാം ഉണ്ട്. ചിലപ്പോ BP കൂടും കുറയും. അത് സാധാരണയാ. ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിച്ചാ മാറിക്കോടും. എന്നാ പിന്നെ എടുത്ത് കഴിക്കാൻ നോക്ക്. BP അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. പിന്നെ അന്ന് ബോധം കെട്ട് വീണതുപോലെ വീണ്ടും ബോധം കെട്ട് വീണാലോ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് കയറി വന്ന് എനിക്ക് BP കൂടി തല കറങ്ങി താഴെ വീഴുമെന്നാ തോന്നുന്നത്. ശിവ, എന്തു പറ്റി? അല്ല, അവനോട് എന്തിനാ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്? അതൊന്നുമില്ല മോനെ, കടയ്ക്ക് പോയല്ലോ, പറഞ്ഞ സാധനമൊക്കെ വാങ്ങിയോ, എന്തു പറ്റിന്നാ ചോദിച്ചത്. വേറൊന്നുമില്ല. എടാ, കേൾക്കുന്നില്ലേ? നീ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ പോയിട്ട് അവളെ നോക്ക്, ഞാനിവിടെ കൈകാര്യം ചെയ്തോളാം. അമ്മേ, ഒരു സെക്കൻഡ് എനിക്കൊരു സമാധാനം താ. എന്നെ ഇങ്ങനെ ഇട്ട് ടെൻഷൻ എടുപ്പിക്കല്ലേ. ഇന്ന് വിജിയും വിക്രമം കൂടി കാണാൻ പാടില്ലടാ. കണ്ടു കഴിഞ്ഞ പ്ലാൻ ഒക്കെ പൊളിയൂടാ. പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാവും. നീ പോയിട്ട് അവളെ ബ്ലോക്ക് ചെയ്യവിടെ. എന്തു പറ്റി? രണ്ടാളും എന്തോ സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒന്നുമില്ല മോനെ. വീട്ടിലെ കറണ്ട് വന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചതായിരുന്നു. അവൻ നോക്കാന്നും പറഞ്ഞു. വീണ്ടും പോയി നോക്ക്, വീട്ടിലെ ഗസ്റ്റ് വന്നതല്ലേ, കറണ്ട് ഇല്ലെങ്കിൽ ചൂടെടുക്കുമെന്ന് പറഞ്ഞതാ ഞാൻ. ശരി ശരി. അമ്മേ, അമ്മ ലിമിറ്റ് വിടുന്നുണ്ട്. വെയിറ്റ് ചെയ്യ്, ഞാൻ കാണിച്ചു തരാം. വരട്ടെ സാറേ. കോഫി നന്നായിട്ടുണ്ടോ മോനെ? പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ. ഇത്രയും ഉത്തരവാദിത്വത്തോടെ ഒരു മോളെ വളർത്തിയതല്ലേ, അപ്പോ നിങ്ങളും ചെറുപ്പത്തിലെ ഉത്തരവാദിത്വത്തോടെ വളർന്നതായിരിക്കുമല്ലോ. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ബികോം പഠിച്ചല്ലേ? ബികോമിൽ ഇങ്ങനെ നിർത്തിയാ മതിയായിരുന്നു. പിന്നെയും ചോദിച്ചോണ്ടിരിക്കുവാണല്ലോ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്താ മോളെ? നമ്മുടെ ഓണർ വന്നോ? ഓണർ അവിടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ശരി. എന്താ ഇത്? മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി? 3 മാസം കഴിഞ്ഞു. അതിന്റെ പകുതിയാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും അല്ല വന്നിരിക്കുന്നത്. ഞാൻ ബിസിനസ് ചെയ്യണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ കടയിലൊന്ന് വന്ന് നോക്ക്. എത്ര പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറയുന്നേ? ഓരോ പ്രാവശ്യം തോന്നിയ പോലെ അയക്കുന്നേ. ഇതെന്റെ അവസാനത്തെ ഓർഡറാണ് നിങ്ങൾക്കുള്ള. ഈ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യുക. ഇപ്പൊ തന്നെ ഓണർ നല്ല ദേഷ്യത്തിലാ. ഇനിയിപ്പോ അവൻ സംസാരിക്കുന്ന വീഡിയോ കൂടി കാണിച്ചാ അവന്റെ കഥ തീർന്നത് തന്നെ. ശരിയല്ല, പിന്നെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ? എന്തിനു അഡ്ജസ്റ്റ് ചെയ്യണം? സർ, താനെന്താ ജോലി ചെയ്യാതെ ഇവിടെ വന്നിരിക്കുന്നേ? അതല്ല സർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ, ശമ്പളത്തിന്റെ ഇൻക്രിമെന്റിന്റെ കാര്യത്തെ കുറിച്ചാണോ? അതൊക്കെ ഞാൻ ചെയ്തോളാം.